ഹായ് എവ്രി വൺ, വെൽക്കം ടു പെപ്പ്. നമ്മളുടെ CUET UG 2023യുടെ പ്രിപ്പറേഷൻസ് തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബയോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം CUET തുടങ്ങിയത് 2022ലാണ് അല്ലേ. അപ്പോൾ 2022ൽ പല ഡേയ്സിലായിട്ട് പല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയറി പാർട്ട് പക്ക ആക്കിയതോടുകൂടെ ഇത്രയും പ്രാക്ടീസും കൂടെ വരുമ്പം CUET നിങ്ങൾക്കുള്ളത് തന്നെ ആയിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു CUET ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുന്നത്. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, പല ചാപ്റ്റേഴ്സിലും പല പോർഷൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എവിടെയൊക്കെയാണ് നിങ്ങൾ ഫെയിൽ ആകുന്നത്, എവിടെയൊക്കെയാണ് കൂടുതൽ എംഫസിസ് ചെയ്യേണ്ടത് ഉള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The protein formed by the encoded gene expression in a heterologous host is called. Options നോക്കൂ: structural protein, recombinant protein, transposon, prohormone. അപ്പോൾ ഇവിടെ എന്താണ് ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഓർഗാനിസം അതിലേക്ക് നമ്മൾ പുതുതായിട്ടൊരു ജീന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഈ ജീന് പുതുതായിട്ടൊരു പ്രോട്ടീൻ, അതായത് ഓൾറെഡി ആ ഓർഗാനിസത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു പുതിയ ജീൻ എൻകോഡ് ചെയ്ത് കൊടുത്ത് അതിനൊരു പുതിയ ഫീച്ചർ കൊടുക്കുക എന്നുള്ളതാണ് ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഓർഗാനിസത്തെയാണ് ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കാണാം ആൻസർ എന്താണ്? റീകോമ്പിനൻ്റ് പ്രോട്ടീൻ അല്ലേ. പുതുതായിട്ടൊരു ജീനെ കമ്പൈൻ ചെയ്ത് കൊടുക്കുക, റീകോമ്പിനൻ്റ് പ്രോട്ടീൻ. ഇതാണ് നമ്മളുടെ ഉത്തരം. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കൈൻഡ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ സ്പീഷീസ് ബെനഫിറ്റ്സ് ആൻഡ് ദ അതർ ഈസ് നെയ്തർ ഹാംഡ് നോർ ബെനഫിറ്റഡ്. ഇപ്പോൾ ഒരുപാട് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബയോളജി ബോട്ടണി ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? പാരസിറ്റിസം ഉണ്ട്, പ്രിഡേഷൻ, കമൻസാലിസം, അമെൻസാലിസം, മ്യൂച്വലിസം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോമ്പറ്റീഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് ഇൻ വിച്ച് ഒരു സ്പീഷീസ് ബെനിഫിറ്റ് ആവുകയും മറ്റേ സ്പീഷീസിന് യാതൊരു എഫക്റ്റും വരുന്നില്ല, ബെനിഫിറ്റും ഇല്ല ഹാംനെസ്സും ഇല്ല. ആ റിയാക്ഷന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കൂ: കമൻസാലിസം, അമൻസാലിസം, മ്യൂച്വലിസം, പാരസിറ്റിസം. ഇവിടെ നിങ്ങളുടെ കറക്റ്റ് ആൻസർ വരുന്നത് കമൻസാലിസം ആണ് അല്ലേ. കമൻസാലിസത്തിൽ ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് ഉണ്ടാവും, മറ്റേതിന് യാതൊരു എഫക്റ്റും ഇല്ല. ഉദാഹരണങ്ങൾ NCERT 3-4 പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു കാറ്റിൽ അല്ലേ, ഗ്രേസിങ് കാറ്റിലും ഒരു കാറ്റിൽ ഇഗ്രറ്റും തമ്മിലുള്ള റിലേഷൻ. കാറ്റിൽ ഇങ്ങനെ ഗ്രേസ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഇൻസെക്ട്സ് ഒക്കെ പറക്കുകയും ആ ഇൻസെക്ട്സിന് നമ്മളുടെ ഇഗ്രറ്റിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഇഗ്രറ്റിന് ബെനിഫിറ്റ് ഉണ്ട്, കാറ്റിലിന് യാതൊരു എഫക്റ്റും ഇല്ല. അതേപോലെ മാംഗോ ട്രീയിൽ എപ്പിഫൈറ്റ് ആയിട്ട് വളരുന്ന ഓർക്കിഡ് പ്ലാന്റ് അല്ലേ, ഇതൊക്കെ നമ്മളുടെ NCERT തരുന്ന എക്സാമ്പിൾസ് ആണ്, പ്രത്യേകം എടുത്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രൂട്ട് വിച്ച് ഡെവലപ്പ് ഓൺലി ഫ്രം ദ ഓവറി ആർ കോൾഡ്. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ മെയിനായിട്ടും ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2 ടൈപ്പാണുള്ളത്. ഫാൾസ് ഫ്രൂട്ട്സ് ഉണ്ട്, ട്രൂ ഫ്രൂട്ട്സ് ഉണ്ട്. ഫാൾസ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ എന്താ? ഓവറിൽ നിന്ന് മാത്രമല്ല, തലാമസിൻ്റെ കുറച്ച് പോർഷനോട് കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഓവറിൽ നിന്ന് മാത്രമായിട്ടുണ്ടാകുന്ന ഫ്രൂട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ വി ഗോ. ആൻസർ എന്താണ്? ട്രൂ ഫ്രൂട്ട്സ് ആണ്. ഫൈൻ. ഫാൾസ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ തലാമസ് കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോമിക്റ്റിക് ഫ്രൂട്ട്സ് എന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഡെവലപ്പ് ചെയ്യുന്നതാണ് അല്ലേ. ഫാമേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൽഗൽ ബ്ലൂംസ് ഡു നോട്ട് കോസ്. ഓപ്ഷൻസ് നോക്കൂ: ഇംബാലൻസ് ഇൻ ഇക്കോസിസ്റ്റം ഡൈനാമിക്സ്, ഡിറ്റീരിയോറേഷൻ ഓഫ് ദ വാട്ടർ ക്വാളിറ്റി ആൻഡ് ഫിഷ് മോർട്ടാലിറ്റി, റിഡക്ഷൻ ഇൻ BOD, ഇൻക്രീസ് ഇൻ ഓർഗാനിക് മാറ്റേഴ്സ് ഇൻ വാട്ടർ ബോഡി. ആൽഗൽ ബ്ലൂം എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് ഓർഗാനിക് മാറ്റർ ഒക്കെ വന്ന് അടഞ്ഞിട്ട് ആൽഗെ പ്ലെൻറ്റി ആയിട്ട് വളരുക അല്ലേ, ഭയങ്കര ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലേക്കിലുള്ള ഫിഷിനും അതേപോലെ അതിലുള്ള മറ്റ് അക്വാട്ടിക് പ്ലാന്റ്സിനൊക്കെ ഇത് വളരെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എക്കോസിസ്റ്റത്തിൽ ഒരു ഇംബാലൻസ് സൃഷ്ടിക്കുന്നുണ്ട്. ഫൈൻ. അടുത്തതായിട്ട് വാട്ടറിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നുണ്ട്, ഫിഷ് മോർട്ടാലിറ്റി വരുത്തുന്നുണ്ട് അല്ലേ, അതും കറക്റ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ: റിഡക്ഷൻ ഇൻ BOD. BOD എന്താണ്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലേ.
അപ്പോൾ ഒരുപാട് ആൽഗൽ നിറഞ്ഞ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർഗാനിക് മാറ്റർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡീകമ്പോസ് ചെയ്യണം, മൈക്രോ ഓർഗാനിസംസ് വേണം. ഇവർ കൺസ്യൂം ചെയ്യുന്ന ഓക്സിജൻ ആണ് BOD അല്ലേ. അപ്പോൾ BODയുടെ അളവ് കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? ഫൈൻ, കുറയല്ല, കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. BOD കൂടുതൽ ഓക്സിജൻ ആവശ്യം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, റിഡക്ഷൻ ഇൻ BOD. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് നെയിം ദ സ്റ്റെപ്പ് യൂസ്ഡ് ഇൻ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. അപ്പോൾ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. NCERTയിൽ നിന്ന് എടുത്ത സെയിം ഫിഗറാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ പാഠഭാഗവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. എന്താണ് ഇവിടെ നടക്കുന്നത്? DNA നമ്മൾ പല കെമിക്കൽസുമായിട്ട് ട്രീറ്റ് ചെയ്തു. അതിൻ്റെ കൂടെയുള്ള ഹിസ്റ്റോൺ മോളിക്യൂൾസിനെ ഒഴിവാക്കി, അതിൻ്റെ കൂടെയുള്ള മറ്റ് RNA കണ്ടൻസ് ഒക്കെ ഒഴിവാക്കി. ഇനി ഇതിനെ റിമൂവ് ചെയ്ത് എടുക്കുകയാണ് അല്ലേ, ജാറിന്ന് എടുക്കുകയാണ്. അപ്പം ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്പൂളിംഗ്. എന്താണ്? സ്പൂളിംഗ്. ഫൈൻ, NCERTയിൽ അത് സൈഡിൽ ഫിഗറിൻ്റെ താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾ എത്ര ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പെരിസ്പെർം ഡിഫേഴ്സ് ഫ്രം എൻഡോസ്പെർം ഈസ് ദാറ്റ് ഇറ്റ് ഈസ്. പെരിസ്പെർമും എൻഡോസ്പെർമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത് അല്ലേ. എന്താ പെരിസ്പെർം? എന്താ? ഓക്കെ, ബാക്കിയായിട്ട് നിൽക്കുന്ന ന്യൂസിലസിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പെരിസ്പെർം എന്ന് വിളിക്കുന്നത്. എൻഡോസ്പെർം എന്താണ്? നമ്മളുടെ സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയൈ നടുവിൽ നിൽക്കുമ്പം ഒരാളൂടെ ഒരു മെയിൽ ഗാമറ്റൂടെ വന്ന് അവിടെ ഫ്യൂസ് ചെയ്തിട്ട് ട്രിപ്പിൾ ന്യൂക്ലിയൈ ആവുന്നുണ്ട് അല്ലേ. അപ്പം ഇതിനാണ് എൻഡോസ്പെർം. അത് പിന്നീട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറേ സെൽസ് ആയിട്ട് മാറി. അതിന് എൻഡോസ്പെർം ടിഷ്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഫ്രീ ന്യൂക്ലിയർ ഉണ്ട്, സെല്ലുലാർ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പെരിസ്പെർമും എൻഡോസ്പെർമും രണ്ടും ന്യൂട്രിറ്റീവ് ആണ്. വ്യത്യാസം എന്താണ്? പെരിസ്പെർം ഡിപ്ലോയിഡ് കണ്ടീഷനിലാണുള്ളത്. എൻഡോസ്പെർം ട്രിപ്ലോയിഡ് ആണ്, എന്നാൽ പെരിസ്പെർം ഡിപ്ലോയിഡ് ആണ്. ഫൈൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ 2 പാർട്സ് ഇൻ എ ഫ്ലവർ വിച്ച് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ സെക്ഷൽ റിപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഇതിൽ ഏതൊക്കെയാണെന്ന് ഓപ്ഷൻസ് നോക്കൂ. സ്റ്റൈൽ ആൻഡ് സ്റ്റേമൻ, ഫിലമെൻ്റ് ആൻഡ് തലാമസ്, ആന്തർ ആൻഡ് ഓവറി, സ്റ്റിഗ്മ, സെപ്പൽസ്. അപ്പോൾ നമുക്കറിയാം മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒക്കെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ സ്റ്റൈൽ എന്താണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റൈൽ ആ ഒരു സ്ലെൻഡർ ഫിലമെൻ്റ് ടൈപ്പ് സാധനമാണ് അല്ലേ. അതിൻ്റെ റോൾ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി സ്റ്റേമൻ എന്താണ്? സ്റ്റേമൻ എന്ന് പറയുന്നത് നമ്മളുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് അല്ലേ. അടുത്ത നോക്കൂ, അടുത്ത ഓപ്ഷനിൽ ഫിലമെൻറ്റും തലാമസും. അടുത്ത ഓപ്ഷനിൽ ആന്തറും ഓവറിയും. ഓവറി നമ്മൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിൽ ഓവറിക്കകത്തായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഗാമേറ്റ് ഫോം ചെയ്യാനുള്ളതും സാധനങ്ങളൊക്കെ വരുന്നത് നമുക്കറിയാം. അതേപോലെ ആന്തറിൻ്റെ അകത്താണ് നമ്മളുടെ പൊളൻ ഗ്രെയിനും മെയിൽ ഗാമേറ്റും ഒക്കെ വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്രൊഡക്ഷനിലെ എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആന്തറും ഓവറിയുമാണ്. സോ യുവർ ആൻസർ ഈസ് ആന്തർ ആൻഡ് ഓവറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ടെൽസ് അസ് അബൌട്ട്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്ന ടേമാണ് അല്ലേ. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻസ് ചെറുതായിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യും, പക്ഷേ വളരെ എളുപ്പമാണ്. നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്. അതെന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ആണോ? അല്ല, അത് നമ്പർ ഓഫ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ആയിട്ട് വരും അല്ലേ. അടുത്തത് ടോട്ടൽ ഏരിയ ഓക്യുപ്പൈഡ് ബൈ എ സ്പീഷീസ്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് സ്പേസ് ഇൻ എ ഗിവൺ ടൈം. പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ എ പെർട്ടിക്കുലർ ടൈം സ്പാൻ. ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണും. എന്താണ്? ഓപ്ഷൻ സി ആണ്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് സ്പേസ് ഇൻ എ ഗിവൺ ടൈം. അതിനാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു ഗിവൺ ടൈമിലുള്ള പോപ്പുലേഷൻ. ഓക്കെ, ഫൈൻ ആണല്ലോ. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വിമൻ ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി ടൈമിൽ മാത്രം വിമനിൽ പ്രൊഡ്യൂസ് ആവുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ഓപ്ഷൻസ് നോക്കൂ. ഈസ്ട്രജൻ. ഈസ്ട്രജൻ എപ്പോഴാണ് പ്രൊഡ്യൂസ് ആവുന്നത്? ഗ്രോയിങ് ഫോളിക്കിൾസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫ്, പ്രൊജസ്റ്ററോൺ, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടജൻ, റിലാക്സിൻ. ഇത്രയും തന്ന ഓപ്ഷൻസിൽ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും നമുക്ക് കുറച്ചുകൂടി ഫാമിലിയർ ആണ്. പ്രൊജസ്റ്ററോണും നമ്മളുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി 3 ഹോർമോൺസ് കുറച്ച് സ്പെഷ്യലാണ്. എന്താണ്? അവർ പ്രഗ്നൻസി ടൈമിൽ മാത്രം റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ആണ്. പ്ലാസെൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ വരുന്നത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഇതിൽ? ബി,
D and E. Okay, so here the answer is option D, B, D and E only. Fine. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. നമ്മുടെ എക്കോസിസ്റ്റം ചാപ്റ്ററിൽ 2 ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം പറയുന്നുണ്ട്. ടെറസ്ട്രിയൽ ഉണ്ട്, അക്വാറ്റിക് ഉണ്ട്. ടെറസ്ട്രിയൽ ലാൻഡ് ഏരിയയിൽ വരുന്നതാണ്, അക്വാറ്റിക് വാട്ടറുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷൻസിൽ വെറ്റ്ലാൻഡ്, ഗ്രാസ് ലാൻഡ്, ഫോറസ്റ്റ്, ഡെസേർട്ട് 4 എണ്ണാണുള്ളത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം വെറ്റ്ലാൻഡ് ആണ് ആൻസർ. അക്വാട്ടിക് ആയിട്ട് വരുന്നത് വെറ്റ്ലാൻഡ് ആണ്, അത് ടെറസ്ട്രിയൽ അല്ല. ലാൻഡ് എന്ന് കാണുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആവും, പക്ഷേ സൂക്ഷിക്കുക, വെറ്റ്ലാൻഡ് അതേപോലെ എസ്ചറീസ്, റിവർ, പോണ്ട് ഇതൊക്കെ എന്താണ്, അക്വാട്ടിക് എക്കോസിസ്റ്റംസ് ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ മാൻമെയ്ഡ് നേച്ചുറൽ എന്ന് പഠിക്കുന്നുണ്ട്, അതും ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ വെറ്റ്ലാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ ഓഫ് ആൻ ഓവം collected from a donor into fallopian tube is called എന്ത് മെത്തേഡ്? ആ മെത്തേഡിന് എന്താ പറയാം അല്ലേ. നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിൽ അവസാന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഇതൊക്കെ അല്ലേ, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓവം. ഓവം എന്താണ്? ഒരു ഗാമേറ്റ് ആണ് അല്ലേ. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫലോപ്പിയൻ ട്യൂബിലേക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. സിഫ്റ്റ്, സൈഗോട്ട്, ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ICSI എന്താണ്? സ്പേമുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. നേരിട്ടൊരു ഓവത്തിലേക്ക് സ്പേമിന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഗിഫ്റ്റ് എന്താണ്? ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. സോ ഇവിടെ ഒരു ഗാമേറ്റിനെ ഫലോപ്പിയൻ ട്യൂബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ആൻസർ എന്താണ്? ഗിഫ്റ്റ് ആണ് അല്ലേ. ഗിഫ്റ്റ്. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ, റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങളുടെ CUT എക്സാമിൽ വരുന്നതായിരിക്കും. ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് മറ്റേതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും തരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അസേർഷൻ, ലേഡിക് സെൽസ് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് മെയിൽ ടെസ്റ്റിക്കുലർ ഹോർമോൺ കോൾഡ് ആൻഡ്രജൻ. റീസൺ എന്താണ്? ആൻഡ്രജൻ സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് സ്പെർമറ്റോജനസിസ്. അപ്പോൾ ഇവിടെ അസേർഷൻ തന്നിട്ടുള്ള കാര്യം നിങ്ങൾ ഒന്നുകൂടി സൂക്ഷിച്ച് വായിക്കുക. അത് കറക്റ്റ് ആണോ? ലേഡിക് സെൽസ് മെയിൽ ടെസ്റ്റിക്കുലർ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രജൻ സെക്രീറ്റ് ചെയ്യുന്നു. കറക്റ്റ് ആണ് അല്ലേ. ഓക്കെ, അടുത്ത റീസൺ ആയിട്ട് കൊടുത്തിട്ട സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ആൻഡ്രജൻസ് സ്പെർമറ്റോജനസിസ് എന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ സിഗ്നിഫിക്കൻസ് കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ റീസൺ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഹോർമോൺ ഇല്ലെങ്കിൽ ഈ പ്രോസസ്സ് ഹോൾട്ടായി പോകും എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ആൻസർ വരുന്നത് ബോത്ത് A ആൻഡ് R ആർ കറക്റ്റ് ആൻഡ് R ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. R A എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഇനാക്റ്റീവ് പ്രോടോക്സിൻ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ആക്റ്റീവ് ഫോം ഡ്യൂ ടു. ഏത് പാഠവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മളുടെ BT കോട്ടൺ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് അല്ലേ. പ്ലാന്റ്സിൽ നമ്മൾ റെസിസ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ BTയുടെ ആ ഒരു പ്രോടോക്സിന് നമ്മൾ പ്ലാന്റ്സിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ, സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻസെക്റ്റ് വന്നിരിക്കുന്ന സമയത്ത് ഇൻസെക്റ്റിൻ്റെ അകത്ത് പോവുകയും ഇൻസെക്റ്റിൻ്റെ അകത്തുള്ള ഗട്ടിൽ വെച്ചിട്ട് അവിടെ ആൽക്കലൈൻ pH ആകുമ്പം ഈ പ്രോടോക്സിൻ ആക്റ്റീവ് ആവുകയും ഇൻസെക്റ്റിൻ്റെ ഡെത്തിന് കാരണമാവുകയും ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ A ആണ്, ആൽക്കലൈൻ pH ഓഫ് ഇൻസെക്ട്സ് ഗട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗെറ്റ്സ് എംബെഡഡ് ഇൻ ദ എൻഡോമെട്രിയം ഡ്യൂറിങ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് എൻഡോമെട്രിയം എന്താ? യൂട്രസിൻ്റെ 3ാമത്തെ ലെയറാണ് അല്ലേ, ഉള്ളിലത്തെ ലെയറാണ്. അവിടെ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നത് ഇതിൽ ആരാണ്? സൈഗോട്ട്, മോറില, ബ്ലാസ്റ്റോസിസ്റ്റ്, എംബ്രിയോ. അപ്പോൾ സൈഗോട്ട് നമുക്കറിയാം എവിടെ വെച്ചാൽ യൂട്രസിൽ വെച്ചാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മോറുല എന്താണ്? ബ്ലാസ്റ്റോമിയസ് 8 to 16 ബ്ലാസ്റ്റോമിയസ് വരുമ്പോഴാണ് മോറുല ഉണ്ടാകുന്നത്. അതിലും കൂടുതലാവുമ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റാണ് നമ്മളുടെ യൂട്രസിലെത്തി ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നത്. അത് ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽമാസ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാം. സോ ഇവിടെ നിങ്ങളുടെ ആൻസർ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് വരുന്നത്. ഇൻട്രഡക്ഷൻ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം സ്പീഷീസ് ഡിഡ് കോസ് ഡിക്ലൈൻ ഓർ എക്സ്റ്റെൻഷൻ ഓഫ് ഇൻഡിജിനസ് സ്പീഷീസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്പീഷീസ് വന്ന സമയത്താണ് ഇൻഡിജിനസ് സ്പീഷീസിന് അതൊരു ത്രെട്ടായിട്ട് മാറിയിട്ടുള്ളത് എന്നാണ് ചോദ്യം.
എക്കോർണിയ ക്രാസിപ്പസ്, നിലെ പെർച്ച്, ക്ലാരിയാസ് ഗാരിയപ്പിനസ്, സ്റ്റെല്ലസ് സീക്കൗ. ഇത്രയാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ NCERT-യിൽ വായിച്ചിട്ടുണ്ടാവും. എക്കോർണിയ എന്താണ്? നമ്മളുടെ വാട്ടർ ഹയാസിന്താണ്. അതൊരു ഇൻവേഡ് ചെയ്ത് വന്ന സ്പീഷീസാണ്. നമ്മളുടെ അക്വാട്ടിക് ലൈഫിനൊക്കെ ഒരുപാട് ത്രെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. നിലെ പെർച്ച് എന്ന് പറയുന്നത് മെയിനായിട്ടും ആഫ്രിക്കയിലെ വിക്ടോറിയ ലേക്കിലുണ്ടായിരുന്ന സിക്ലിഡ് ഫിഷസിനൊക്കെ ഭയങ്കര ത്രെട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാൻ കാരണമായിട്ടുണ്ട്. ക്ലാരിയാസ് ഗാരിപ്പിനസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മളുടെ കാറ്റ് ഫിഷിന് 200ഓളം സ്പീഷീസിനെ ത്രെട്ടൻ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. 4ാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് സ്റ്റെല്ലസ് സീക്കൗ ആണ്. എക്സ്റ്റിൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസ് ആണെന്ന് NCERT പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മളുടെ ആൻസർ എന്താണ്? സ്റ്റെല്ലസ് സീക്കൗ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ടേബിൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻ നമുക്ക് CUT-ൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാ? റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. പ്രൊജസ്റ്റാസെർട്ട്, സഹേലി, ലിപ്പസ് ലൂപ്പ്, പീരിയോഡിക് അബ്സ്റ്റിനൻസ്. കോളം 2-ൽ നിങ്ങൾക്ക് കാണാം വൺസ് എ വീക്ക് പിൽ, ഹോർമോൺ റിലീസിങ് അയോഡിൻ, നോൺ മെഡിക്കേറ്റഡ് അയോഡിൻ, നേച്ചുറൽ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ. അപ്പം ഇവിടെ തന്നിട്ടുള്ളത് കുറച്ച് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. അത് എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെ ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നതാണെന്നാണ് സെക്കൻഡ് കോളത്തിൽ. പ്രൊജസ്റ്റാസെർട്ട് എന്താണ്? നിങ്ങൾ പറയൂ. പ്രൊജസ്റ്റാസെർട്ട് ഒരു ഹോർമോൺ റിലീസിങ് അയോഡിയാണ് അല്ലേ. ഹോർമോൺ റിലീസിങ് അയോഡിസിൻ്റെ പ്രത്യേകത എന്താണ്? അത് യൂട്രസിനെ അൺസ്യൂട്ടബിൾ ആക്കും. ഇംപ്ലാന്റേഷനും അതേപോലെ സൈഗോട്ട് ഡെവലപ്മെൻറ്റിനൊക്കെ അൺസ്യൂട്ടബിൾ ആക്കി മാറ്റും. 2ാമത്തെ ആൾ സഹേലി, കേട്ടിട്ടുണ്ട്. എന്താണ്? കോൺട്രസെപ്റ്റീവ് പില്ലാണ് അല്ലേ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വൺസ് ഇൻ എ വീക്ക് പില്ലാണ് സഹേലി. ലിപ്പസ് ലൂപ്പ് എന്താണ്? ഒരു നോൺ മെഡിക്കേറ്റഡ് അയോഡിയാണ്. ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആണ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്താണ്? നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 to 17 ഡേയ്സിൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാതിരിക്കുക അല്ലേ. അതൊരു നേച്ചുറൽ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ ആണ്. സോ നിങ്ങളുടെ ആൻസർ നോക്കുക. ഓപ്ഷൻ എ ഏതുമായിട്ടാണ് ലിങ്ക് ആയിട്ടുള്ളത്? പ്രൊജസ്റ്റാസെർട്ട് ഹോർമോൺ റിലീസിങ് അയോഡിയാണ്. A2B1 എന്ന് തുടങ്ങുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. A2B1 ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അങ്ങനെ ഏതെങ്കിലും 2 എണ്ണം മാച്ച് ആവുന്നോ നിങ്ങൾ നോക്കിയാൽ മതി. അധികം ടൈം സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The vital link that ensures continuity of species between organisms of one generation and the next generation is. ഒരു ജനറേഷനെയും അടുത്ത ജനറേഷനെയും ലിങ്ക് ചെയ്യുന്ന ആ ഒരു സാധനം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു വൈറ്റൽ ലിങ്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. മെയിൽ ഗ്യാമേറ്റ്, ഫീമെയിൽ ഗ്യാമേറ്റ്, സൈഗോട്ട്, സിംഗമിയ ഫ്യൂഷൻ എന്ന് പറയുന്ന പേരാണ്. മെയിൽ ഗ്യാമേറ്റ് മെയിൽ ബോഡിയിൽ നിന്ന് മാത്രം വരുന്നതാണ്. അടുത്ത ജനറേഷനോട്ട് ലിങ്ക് ആവുന്നില്ല. ഫീമെയിൽ ഗ്യാമേറ്റും അതേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി സൈഗോട്ടാണ് വരുന്നത് അല്ലേ. ഒരു ജനറേഷനത്തെ 2 സെൽസ് കൂടിയിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. അത് അടുത്ത ജനറേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കുറച്ചുകൂടി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് ഓഫ് കോവിഡ് പോസിറ്റീവ് പേഷ്യൻസ് ദ പ്രസൻസ് ഓഫ് കൊറോണ വൈറസ് ഈസ് സസ്പെക്റ്റഡ് ഓൺലി വെൻ ദ പാത്തജൻ ഹാസ് പ്രൊഡ്യൂസ്ഡ് എ ഡിസീസ് സിംറ്റം. But when the symptom of the disease has not appeared, the coronavirus in the body can be detected by option A, enzyme-linked immunosorbent assay, recombinant DNA technology, reverse transcriptase polymerase chain reaction, RT-PCR. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ ഡി, വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ടൈഫോയിഡ് ഡിറ്റക്റ്റ് ചെയ്യാനാണ് വൈഡൽ ടെസ്റ്റ്. അതേപോലെ എലീസ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? HIV ഇൻഫെക്ഷൻ അല്ലേ, എയ്ഡ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കോവിഡ് കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ടേം കൂടിയാണ് RT-PCR, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ അല്ലേ. ഇവിടെ എന്താ ചെയ്യുന്നത്? RNA, കൊറോണ വൈറസ് ഒക്കെ RNA ആണ് അല്ലേ. RNAയെ കോപ്പി ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് DNA ഉണ്ടാക്കി അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഡിസീസ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇൻ ദെയർ നേച്ചർ സീക്വൻസ്. സീക്വൻഷ്യലായിട്ട് നിങ്ങളിത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ഇത് ഓപ്ഷൻസ് അല്ല, സീക്വൻഷ്യലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓവുലേഷൻ, ഗ്രോത്ത് ഓഫ് കോർപ്പസ് ലൂട്ടിയം, സഡൻ ഇൻക്രീസ് ഇൻ ലെവൽ ഓഫ് LH, സെക്രീഷൻ ഓഫ് FSH, ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ ആൻഡ് oogenesis.
ഇവിടെ മേ ബി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കൊടുക്കും. ഓപ്ഷൻ ഡിയും ഇയും തമ്മിൽ ഏതാണ് ആദ്യം നടക്കുന്നത്? ഒവേറിയൻ ഫോളിക്കിൾ ഗ്രോ ചെയ്തിട്ട് FSH LH കൂടി ഒന്നിച്ച് കൂടുകയാണോ, അല്ലെ FSH ആദ്യം കൂടുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഏതാ വരേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ലാസ്റ്റ് ഇങ്ങോട്ട് നോക്കുക. ഇതിലിപ്പോൾ ഏറ്റവും അവസാനം നടക്കുന്ന പ്രോസസ്സ് നമുക്കറിയാം. എന്താ? ഒവുലേഷനൊക്കെ കഴിഞ്ഞിട്ട് ഗ്രോത്ത് ഓഫ് കോർപ്പസ് ലൂട്ടിയം അല്ലേ, ബി ആണ് ലാസ്റ്റ് വരുന്നത്. അതിൻ്റെ തൊട്ട് മുന്നാണ് ഓവുലേഷൻ നടക്കുന്നത്. ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്തേക്കാണ് LHൻ്റെ ലെവൽ നന്നായിട്ട് കൂടുന്നത് അല്ലേ, LH സർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ BAC എന്ന് വരുന്ന ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരിക. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, DECAB അല്ലേ. അപ്പോൾ ഇതിൽ ഡി സെക്രീഷൻ ഓഫ് FSH, അതിനുശേഷം ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ ആൻഡ് oogenesis, ഈ രീതിയിലാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഏകദേശം 20-21 ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് പാർട്ടൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം. പ്രത്യേകിച്ച് NCERT-യിൽ നിങ്ങളുടെ ടേബിൾസ്, ഗ്രാഫ്, ഫിഗേഴ്സ്, ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ടേംസിന് പോലും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ റാൻഡമായിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ്, മാക്സിമം റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് CUET എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു.